നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ മുതൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറ്, ആയുധ കരാറ്, സൈനിക കരാറ്. അതായത് പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ സൗദി വരുന്നതായിരിക്കും, സൗദി ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വരുന്നതായിരിക്കും. ഇത് കേട്ട ഉടനെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ എഴുതുകയാണ്, മോഡിയുടെ വിദേശ പോളിസി നയം പൊട്ടിയിരിക്കുന്നു, ഇന്ത്യക്കാണ് പണി വരാൻ പോകുന്നത്. ഇവരെന്താ പണ്ട് പറയുന്നറിയോ? താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വന്നപ്പോൾ കണ്ടില്ലേ, താലിബാൻ വന്നു, ഈ താലിബാൻ പിടിച്ചെടുക്കും കാശ്മീർ എന്ന് അവകാശപ്പെട്ടവരാണ് സെയിം കൂട്ടര്. നമ്മുടെ ഈ തൊട്ടടുത്ത് എത്തി. എന്നിട്ട് എന്തായി? ഒരുപാട് പേര് പറയുന്നുണ്ട് അമേരിക്ക എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ പിന്മാറാണ് മെയിൻ കാരണം. എന്താ? അമേരിക്ക രണ്ടേ രണ്ട് നയം മാത്രമായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോൾ. ഒന്ന് അൽഖ്വയ്ദ ഇല്ലാതാക്കുക, അൽഖ്വയ്ദ ഇല്ലാതാക്കി. രണ്ടാമത് പറയുന്നത് താലിബാനെ ഒന്ന് നേരെയാക്കുക, നേരത്തെ വഴിക്കാക്കുക, അല്ലെങ്കിൽ അവർ സുധാരണ എന്ന് പറയും ഹിന്ദിയിൽ, ഒരു പക്ഷെ മലയാളത്തിൽ പറയാൻ സാധിക്കും, അവരൊന്ന് മര്യാദ പഠിപ്പിക്കുക. മര്യാദ പഠിപ്പിച്ചു, താലിബാൻ ഇപ്പൊ ശല്യമില്ല. രണ്ട് കാര്യങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാ ആ കുന്നിന് മുകളിൽ ഒരുപാട് പണം ചെലവാക്കുന്നേ? അമേരിക്കയുടെ തന്ത്രം അതാണ്. വന്നു, ശാന്തമാക്കി, ചെയ്യാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അവിടെ എണ്ണയൊന്നും ഇല്ലല്ലോ മറ്റുള്ള വിദേശ രാജ്യങ്ങളെ പോലെ അവിടെ കടിച്ചു പോകാനായിട്ട്. അവിടെ എന്തൊക്കെയോ ഉണ്ട്, ധാതുക്കളുണ്ടെന്നൊക്കെ പറയുന്നു, അതൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അപ്പൊ കിട്ടാനുള്ളത് കിട്ടി, കൊടുക്കാനുള്ളത് കൊടുത്തു, അപ്പൊ തന്നെ സ്ഥലം വിട്ടു. പറഞ്ഞു വരുന്നത്, സൗദിയും പാകിസ്ഥാനുമുള്ള ഈ ആയുധ കരാറിൽ ഒരുപാട് പേര് ആവേശം കൊള്ളുകയാണ്, ഒരു വിഭാഗം ആളുകൾക്ക്. എന്താണ് ഇതിന്റെ പുറകില്? ഇന്ത്യക്ക് ഇതുകൊണ്ടുള്ള ഭീഷണിയുണ്ടോ? എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? എന്റെ അഭിപ്രായത്തില് സൗദി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഒരു 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ അല്ലെങ്കിൽ 1000 പേരെ പെട്ടെന്ന് ആ പാലസ്തീനിലേക്ക് അയക്കണം. കാരണം ആ കുഞ്ഞു കുട്ടികളെങ്കിലും അവർ രക്ഷപ്പെടുത്താനെങ്കിലും അയക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അണുബോംബ് കൊടുക്കുന്നു പറയുന്നുണ്ട് പാകിസ്ഥാൻ, ന്യൂക്ലിയർ വെപ്പൺ. പലരും പറയുകയാണ് ഇനി പാകിസ്ഥാനാണ് ഇനി അടുത്ത നമ്മുടെ നേതാവ്. ആ അണുബോംബ് ആ പാലസ്തീനെ കൊണ്ടുവെക്ക്, അങ്ങനെയെങ്കിലും ഇസ്രായേൽ ഒന്ന് പിന്മാറട്ടെ. എന്താണ് ഇതിന്റെ പുറകില് വേറെ ഒന്നും ഒരു മണ്ണാങ്കട്ടയല്ല. ട്രൗസർ കീറിയവനും ട്രൗസർ മുള്ളിയവനും തമ്മിലുള്ള ഒരു കരാറ്. ട്രൗസർ കീറിയത് പാകിസ്ഥാന്റെയാണ്. നൂർജഹാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ട്രൗസർ കീറി. ഇന്നലെ കഴിഞ്ഞ ആഴ്ച അടിച്ച് ഖത്തറിലെത്തി. ഇനിയിപ്പോ സൗദിക്ക് തോന്നുക, ഇനിയിപ്പം അമേരിക്ക വലിയ ഉറപ്പൊന്നുമില്ല. അമേരിക്ക 5 മിനിറ്റ് മുമ്പ് പറഞ്ഞു എന്ന് പറയുന്നു, പറഞ്ഞില്ല എന്നും പറയുന്നു. ഇനിയിപ്പോ അമേരിക്കൻ വലിയ വിശ്വസിച്ച വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നിക്കറിന് മുള്ളിയിരിക്കുകയാണ് സൗദി കുടുംബം. അപ്പൊ പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്തുവാണ്? വർഷങ്ങളായിട്ട് 10-50 വർഷമായിട്ട് ഈ പറഞ്ഞ സൗദിയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പെങ്ങാണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർ ബെയിൽ ഔട്ട് ചെയ്ത് വർഷങ്ങളായി എല്ലാ മാസവും ഒരു പിച്ചച്ചട്ടിയായിട്ട് പോവും. അപ്പൊ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഇപ്രാവശ്യം സൗദി രാജാവ് പറഞ്ഞു, നമുക്കിത് പേപ്പറിലാക്കാം, സിസ്റ്റത്തിൽ കയറ്റാം, ഈ പരിപാടി നടക്കില്ല, നീ ഇങ്ങോട്ട് വരും, നിനക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ തരും, നടക്കില്ല. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കരാറിൽ ഒപ്പിടാം. കാരണം നാളെ എങ്ങാനും അടിച്ചടിച്ച് ഇസ്രായേൽ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആണൊരുത്തനൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു 1000 പേരെ വിട്ടു വരേണ്ടി വരും. അതുകൊണ്ട് കരാറ്, അത് കൊടുത്തതിനൊക്കെ ഒരു കരാർ ഒപ്പിട്ടു, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. ഈ സൗദിയാണ് ബാക്ക് ചെയ്യുന്നത്. കാരണം കൂലി പട്ടാളമാണല്ലോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. എന്തുവാടോ ഈ ജനറൽമാർ എന്ന് പറയുന്നത് അവര് ആർമിന്ന് കൂലി പട്ടാളമാണ്. ആർക്കും വേണ്ടി അവർ പണിയെടുക്കും. ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കും. പാകിസ്ഥാൻ ആർക്കും വേണ്ടിയും പണിയെടുക്കാൻ മടിയൊന്നുമില്ല അവര്. അപ്പൊ അങ്ങനെ ഒരു കൂലി പട്ടാളം കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യം, ഒരു വഴിക്ക് പോകുന്നല്ലേ എന്നുള്ള ധൈര്യം. അതായത് ഈ ശത്രുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന പരിപാടിയാണ്. അവർക്കറിയില്ലോ, ശരിക്കും പറഞ്ഞാൽ മൊസാദാണ് കംപ്ലീറ്റ്ലി പാകിസ്ഥാനില് 56 രാജ്യങ്ങളെ ഇടിച്ചില്ലാണ്ടാക്കി. 57ാമത്തെ രാജ്യമാണ് ഇപ്പൊ പാകിസ്ഥാൻ ആവാൻ പോവുകയാണ്. പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഇതൊന്നും പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. ഇത് ഒരു ഭിക്ഷ അയച്ച് പോയപ്പോൾ ഒരു പേപ്പറിലാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു നയം കൊണ്ട്. അല്ല, അതിനപ്പുറം വേറെ വലിയ കഥകളൊന്നുമില്ല. പിന്നെ പാകിസ്ഥാൻ മുമ്പും പോയിട്ടുണ്ട്. ജോർദാനിൽ 970 കാലഘട്ടത്തില് അവിടുത്തെ പാലസ്തീനികളെ മര്യാദ പഠിപ്പിക്കാൻ ആരാണ് ജോർദാൻ രാജാവ് വിളിച്ചത്? പാകിസ്ഥാനാണ്. സിയാവുൽ ഹക്കാണ് കുനിച്ചിരുത്തി എല്ലാത്തിനും നല്ല ചന്തിക്ക് നല്ല അടി വെച്ചു കൊടുത്തു പാകിസ്ഥാൻ പട്ടാളം. അവരാണ് മര്യാദ പഠിപ്പിച്ച പാലസ്തീൻകാരെ. അതുകൊണ്ട് പാകിസ്ഥാൻ ഇതൊന്നും വലിയ പുത്തരിയൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണൽ പറയുകയാണെങ്കിൽ, ഒരു 1000 പേര് സൗദിയും ഖത്തറും കൂടി ഇവർ വിലക്കെടുത്ത് ഇവിടേക്ക് അയക്കണം. പാലസ്തീനിലേക്ക് അയച്ച് അറ്റ്ലീസ്റ്റ് ഇസ്രായേൽ സൈന്യത്തിൽ നിർത്തണം എന്നുള്ള എൻ്റെ അഭിപ്രായം. പക്ഷേ സാധിക്കുമോ നമുക്കറിയില്ല. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ഈ നാളെയും ഒന്നും വരാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയും ഇസ്രായേലും നമ്മുടെ കരുത്താർന്ന ശക്തിയാണ്. എന്താ പറയുക, ഇതുകൊണ്ടൊന്നും ഈ സൗദി ഇതൊന്നും വലിയ കഥയുള്ള കേസൊന്നുമല്ല. ഒരുപാട് ഒരു ആവേശ കമ്മിറ്റിക്കാർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെറും കണ്ണിൽ പൊടി എന്നാന്നുള്ള പരിപാടിയാണ്.